അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് PSC എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം 2025 നടന്നിട്ടുള്ള പാർട്ട് ടൈം HSAക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, PSC എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ അതിന്റെ ഹാൻഡ് ബുക്കിൽ നിന്നിട്ട് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ എന്താണ് ഈ ഒരു HSC എക്സാമിന് വന്നത് ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ PSC എക്സാമിന് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിന് പുറമെ എന്താണ് കോംപ്രിഹെൻഷന്റെ ഭാഗത്ത് വന്നതും ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളൊരു കവിതയാണ്. ഓക്കെ, അപ്പം ഒരു സാധാരണ രീതിയിൽ 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് പുറമെ ആ, എന്താണ് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കവിത ഉണ്ടായിരിക്കും. ആ കവിത വന്നത് 9ാം ക്ലാസ്സിലെ ഒരു കവിതയാണ് വന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 5 ക്വസ്റ്റ്യനും കൂടി ഈ ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 12 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബുനിയ ജാമിഅത്തുൽ അസ്ഹർ ഹുവ. ഓക്കെ, അപ്പൊ ജാമിയത്തുൽ അസ്ഹർ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ എ അബുൽ കലാം, ഓപ്ഷൻ ബി അബുൽ ഖാസിം, ഓപ്ഷൻ സി ജൗഹർ അസ്വഖലി, ഓപ്ഷൻ ഡി നാനൂത്തി. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ജൗഹർ അസ്വഖലിയാണ് ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നിട്ടാണ്. 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ഭാഗത്തിൽ ഇതിൽ എന്താണ് ഈജിപ്തിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പം ഇതിലെന്താണ് കുട്ടികൾക്ക് നാല് കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ജസ്റ്റ് ഒരു ബയാനാത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഈജിപ്തിലെ പിരമിഡ് അഹ്റാമു മിസ്ർ ആണ് കൊടുത്തത്. രണ്ടാമത്തത് കലഅത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കൊടുത്തതാണ് ജാമിഅത്തുൽ അസ്ഹർ. പിന്നീട് നാലാമത് കൊടുത്തത് മത്ഹഫു മിസ്ർ ആണ്, മിസ്റിലെ മ്യൂസിയത്തെ കുറിച്ചിട്ട്. ഇങ്ങനെ ഈജിപ്തിലെ 4 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബയാനാത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ജാമിഅത്തുൽ അസ്ഹറിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ പറഞ്ഞു തരാം. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്, ജാമിഅത്തുൽ അസ്ഹർ ഹുവ അഖദമുൽ ജാമിഅത്ത് ബി മിസ്ർ. മിസ്റിലെ എന്താണ് ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിഅത്തുൽ അസ്ഹർ. ബനാഹൽ ഖായിദ് ജൗഹർ സ്വക്കലി, ഇത് സ്ഥാപിച്ചത് ജൗഹർ സ്വക്കലിയാണ്. അദ്ദേഹം ഇത് സ്ഥാപിച്ച വർഷം മീലാദി 970-ലാണ്. ഓക്കെ, അപ്പൊ മീലാദി 970-ലാണ് ജൗഹർ സ്വക്കലി ഈ ജാമിഅത്തുൽ അസ്ഹർ സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനഗർ യുഗറഫു ബിമദീനത്തി ഡാഷ്. ഓപ്ഷൻ എ അൽ ഖൽആത്ത്, ഓപ്ഷൻ ബി അൽ മസാജിദ്, ഓപ്ഷൻ സി അൽ ബുഹൈറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി അൽ മസ്വാനിയ. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ സി അൽ ബുഹൈറാത്ത് ആണ്. ഓക്കെ, ബുഹൈറാത്ത്, തടാകങ്ങളുടെ നഗരം എന്നാണ് ശ്രീനഗർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഈ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഈ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു 8ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ജന്നത്തുൻ അലൽ അറുൽ എന്നുള്ളൊരു ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിലെന്താണ് കാശ്മീരിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാശ്മീർ, അവിടുത്തെ കാഴ്ചകള്, അതിന്റെ മനോഹാരിതയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു ഭാഗമാണ് ശ്രീനഗർ അൽ മഗ്റൂഫ ബി മദീനത്തി ബുഹൈറാത്ത് എന്ന്. ഇപ്പൊ ശ്രീനഗർ അറിയപ്പെടുന്നത് മദീനത്തുൽ ബുഹൈറാത്ത്, തടാകങ്ങളുടെ നഗരം എന്നുള്ള പേരിലാണ് ശ്രീനഗർ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ഡാഷ് ഹു അത്വലു നെഹ്റു ഫിൽ ആലം. ഓപ്ഷൻ എ അൽ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി അന്നീൽ ആൻഡ് ഓപ്ഷൻ ഡി പെരിയാർ. നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെഹ്റു നീലാണ്. അത്തുവലു നെഹ്റു ഫിൽ ആലം, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നെഹ്റു നീലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതും 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മിസറിനെ കുറിച്ച് പറയുന്ന ആ ഒരു യൂണിറ്റിൽ അവിടെ എന്താണ് അവര് ആ ഒരു മിസർ വിസിറ്റ് ചെയ്യാണ്. അതാണ് ആ ഒരു പാഠത്തിൽ പറയുന്നത്.
അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെന്താണ് അവര് എന്താ നീൽ നദിയെ കുറിച്ച് അവിടെ പറയുന്ന ഒരു ഭാഗത്തിലാണ്. അപ്പൊ മിസറിനെ കുറിച്ച് പറയുന്നുണ്ട്. മിസർ തക്കോൾ മിസർ ഫി കാറത്തി ആഫ്രിക്ക, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് മിസർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് നെഹ്റു നീൽ അതിലൂടെ ഒഴുകുന്നുണ്ട്. ഹു അത്തുവലു നെഹ്റു ഫിൽ ആലം, അതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നുള്ളൊരു പോയിന്റ് അതിന്റെ കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തകൗ കറിയത്ത് പോർബന്ദർ ഫി വിലായത്തി ഡാഷ്. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി തമിഴ്നാട് ആൻഡ് ഓപ്ഷൻ ഡി കർണാടക. ഇപ്പൊ പോർബന്ദർ എന്ന ഗ്രാമം ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ്. ഗുജറാത്തിലാണ് നമ്മുടെ പോർബന്ദർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം പൊതുവെ നമ്മൾ നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണിത്. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്കറിയാം ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് എന്നുള്ളത്. അപ്പോൾ പൊതുവേ നമുക്കിത് ജനറൽ ഒരു ജനറൽ നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഭാഗവും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ, അപ്പൊ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജസ്റ്റ് ഒരു എന്താ ഒരു ബയോഗ്രഫി കൊടുത്തിട്ട് അതൊരു ബയോഡാറ്റ രീതിയിൽ എഴുതാനുള്ള ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ആ ഒരു ഭാഗത്ത് എന്താണ് അദ്ദേഹം ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് എന്നുള്ളൊരു ഒരു ഇതുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹുവല്ലദി ലുഖിബ ബിസ്വാഹിബ്. ഹുവല്ലദി ലുഖിബ ബിസ്വാഹിബ്, ആരാണ് സ്വാഹിബ് എന്നുള്ള ലഖബുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മൊയ്തു മൗലവി, ഓപ്ഷൻ ബി വക്കം മൗലവി, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആൻഡ് ഓപ്ഷൻ ഡി കെ എം മൗലവി. ആരാണ് സ്വാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് സ്വാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതും 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലെന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം അദ്ദേഹം തന്നെ നമുക്കറിയാം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് സ്വാഹിബ് എന്ന പേരിൽ ലക്കബ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ലക്കബാണ് സ്വാഹിബ്. അപ്പം നമുക്കറിയാം അദ്ദേഹം എന്താണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് അദ്ദേഹം പൊളിറ്റിക്കൽ വർക്കുകളിൽ അദ്ദേഹം തെരഞ്ഞെടുത്തത് കാലിക്കറ്റ് ആയിരുന്നു. നമ്മുടെ എന്താണ് കോഴിക്കോടായിരുന്നു. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം കേന്ദ്രമായി തെരഞ്ഞെടുത്തത് കോഴിക്കോടായിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് അദ്ദേഹം എന്താണ് ഒരു പത്രം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് ജരീദത്തു അൽ അമീൻ. അൽ അമീൻ എന്ന പത്രം അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു പോയിന്റ് ആണ് ജരീദത്തു അൽ അമീൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അസ്ദറ മിൻഹ ജരീദത്തു അൽ അമീൻ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉലിത മൊയ്തു മൗലവി ഫി മുക്കാത്തഴത്തി ഡാഷ്. മൊയ്തു മൗലവി ഏത് ജില്ലയിലാണ് ജനിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കാലിക്കൂത്ത്, ഓപ്ഷൻ സി പാലക്കാട് ആൻഡ് ഓപ്ഷൻ ഡി മലപ്പുറം. മൊയ്തു മൗലവി ഏത് ജില്ലയിലാണ് ജനിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അദ്ദേഹം ജനിച്ചത് മലപ്പുറം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മലപ്പുറത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, മൊയ്തു മൗലവി ജനിക്കുന്നത് മലപ്പുറത്താണ്. അപ്പം ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താണ് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധി, പിന്നെ അബുൽ കലാം ആസാദ്, മൊയ്തു മൗലവി ആൻഡ് അക്കാമ ചെറിയാൻ. അപ്പം ഇവർ 4 പേരെ കുറിച്ചിട്ട് എന്താണ് മുദക്കിറ തയ്യാറാക്കാനുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, മൊയ്തു മൗലവി പിന്നെ അക്കാമ ചെറിയാൻ. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത് ഹാൻഡ് ബുക്കിൽ പിന്നെ ഇതിന്റെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹാൻഡ് ബുക്കിൽ മൊയ്തു മൗലവിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഒരുപാട് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മൊയ്തു മൗലവി. അപ്പം അതിൽ പറയുന്നുണ്ട് അദ്ദേഹം മലപ്പുറത്താണ് ജനിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. അബുൽ ലുഗ മലയാളം ഹുവ. അപ്പം മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എഴുത്തച്ഛൻ,
ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി തകഴി, ഓപ്ഷൻ ഡി ബഷീർ. ഇതെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് അറിയുന്നതായിരിക്കും, കാരണം അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം എല്ലാവർക്കും ഇതിന്റെ ആൻസർ അറിയുന്നതായിരിക്കും. കാരണം മലയാള ഭാഷയുടെ പിതാവ് എന്താണ്? എഴുത്തച്ഛനാണ്, തുഞ്ചത്ത് എഴുത്തച്ഛനാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ്. പക്ഷെ എന്താണ്, ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇത് നയൻത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നയൻത്തിലെ കുട്ടികൾക്ക് എന്താണ്, അറബി ഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അപ്പൊ അതിലെന്താണ്, അറബി ഭാഷയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന തരത്തിലുള്ള അറബി ഭാഷ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് എന്താണ്, പിന്നീട് അവരുടെ വർക്കിൽ അവർക്ക് എന്താണ്, ആ ഒരു പാഠത്തിന്റെ ആക്ടിവിറ്റി ആയിട്ട് അവർക്കുള്ളതാണ് മലയാള ഭാഷയുടെ ഒരു കിസ്സാദാത്തിയെ എഴുതാനുള്ള ഒരു വർക്ക് ഉണ്ട്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ദ്രാവിഡിയൻ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ഇതാണ് മലയാള ഭാഷ. അതുപോലെ അതിന്റെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്നുള്ളത്. പിന്നീട് അത് ഹാൻഡ് ബുക്കിൽ അതിന്റെ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുള്ള ഒരു വേർഷനിൽ പറയുന്നുണ്ട് എന്താണ്, മലയാള ഭാഷ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് എന്നുള്ളത്. അപ്പം ആ ഒരു ഭാഗത്ത് നിന്ന്, ആ നയൻത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നത്. ഇനി ഇതിലെന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈ ഒരു HS ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇസ്തിയാബ് എന്ന് വന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിതയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നയൻത്തിലെ ഒരു കവിതയുണ്ട്, തലവൂസുൽ ബി ആ എന്നുള്ള ഒരു കവിതയുണ്ട്. ആ കവിതയിലെ വരികളാണിത്. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു ഇസ്തിയാബ് എന്ന് വന്ന ഭാഗവും ഈ ഒരു പോയം എന്താണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതിൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഒരു കവിത വായിച്ചു നോക്കാം. بان الفساد هنا في الأرض وانتشر في البر والبحر لا فرق نرى العلل تبكي السماء على أرض معظمة أصابها الضر باتت تدمع المقلا أين الرياح التي كانت تعازلها هل جاءت الأرض ريح صرصر بدلا ويحمل النهر ما يلغي طهارته لينقل السم في الأرجاء إن حملا. ഓക്കെ, ഇനി ഇതിന്റെ അർത്ഥം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബാനൽ ഫസാദ് ഹുന ഫിൽ അർളി വൻതശറ. ബാനൽ ഫസാദ് ഹുന ഫിൽ അർളി, അതായത് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ എന്താണ്, അഴിമതി അല്ലെങ്കിൽ നാശം പ്രകടമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വൻതശറ ഫിൽ ബർദി വൽ ബഹർ, എന്നിട്ട് ഈ ഒരു നാശം ഇപ്പൊ ഭൂമിയിലൊക്കെ പരന്നിട്ടുണ്ട്, പ്രകടമായിട്ടുണ്ട്. എന്നിട്ട് അതെന്താണ്, കരയിലും കടലിലൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. ലാ ഫർഖുൻ നറൽ ഇലല. ഇനി എന്താണ് അതിന്റെ ഇതിന്റെ കാരണങ്ങളിൽ എന്താണ്, ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യാതൊരു വ്യത്യാസവും അതിൽ കാണുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കാരണങ്ങളിൽ. തബിക്ക് സമാഉ അല അർദിൻ മുഅല്ലമത്തിൻ. നമ്മുടെ ഈ ഒരു മഹത്തായ ഭൂമിക്ക് വേണ്ടിയിട്ട് എന്താണ്, ആകാശം കരയുന്നുണ്ട്. ഈ ഒരു മഹത്തായ ഭൂമിക്ക് വേണ്ടി ആകാശം കരയുന്നു. അസ്വാബഹൽ ലുർ, അതിനെന്താണ്, ഉപദ്രവം ബാധിച്ചിട്ടുണ്ട്. ബാത്തത് തദ്മഉ അൽ മുഖല, അതായത് അതെന്താണ്, അവരുടെ കണ്ണുനീർ ഇപ്പോഴും അവരുടെ കണ്ണുകൾ ഇപ്പോഴും കണ്ണുനീർ പൊഴിക്കുന്നു, ഇപ്പോഴും കണ്ണുനീർ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ആ ഒരു ലുർ ബാധിച്ചതിനാൽ എന്താണ്, ഇപ്പോഴും അതിങ്ങനെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് കവി പറയുന്നത്. ഇനി അടുത്ത വരി, അയിന് റിയാഹുല്ലത്തി കാനത് തആസിലുഹ. അയിന് റിയാഹുല്ലത്തി കാനത് തുആസിലുഹ, അത് അവളുമായി ശൃംഗരിച്ച ആ ഒരു കാറ്റുകളൊക്കെ എവിടെ എന്ന് കവി ചോദിക്കുകയാണ്. ഹൽ ജാഅത്തിൽ അർദു റീഹുൻ സർസറുൻ ബദല. ഇനി എന്താണ്, അൽ ജാഅത്തിൽ അർദ്, ഭൂമി എന്താണ്, അതിന് പകരമായിട്ടുള്ള പകരമായ ഒരു ഉഗ്രമായ ഒരു കാറ്റിനെ കൊണ്ടുവന്നോ എന്നാണ് കവി ചോദിക്കുന്നത്. ഓക്കെ, വയഹ്മിലു നഹ്റു മാ യുൽഖാ ത്വഹാറത്തുഹു. ഇനി പറയാണ്, ഭൂമി ഭൂമിയല്ല, സോറി, നദി അതിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്നവയാണ് അതിങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ് കവി പറയുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ നദിയൊക്കെ എന്താണ്, വളരെയധികം മലിനമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എന്താണ്, ത്വഹാറത്ത്, അതിന്റെ പരിശുദ്ധി അത് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് എന്താണ്, വേസ്റ്റുകള്, പ്ലാസ്റ്റിക്കുകളെ കാര്യങ്ങള്, ഒരുപാട് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കണം. അപ്പൊ അതിന്റെ ഈ ഒരു ത്വഹാരത്തിന്, അതിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ വഹിച്ചിട്ടാണ് പുഴ ഇങ്ങനെ വഹിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. ലിയൻ കുലസുമു ഫിൽ അർജായ് ഇൻ ഹമല. എന്നിട്ടോ അതിലെ വിഷങ്ങൾ, കാരണം നമുക്കറിയാം ഇപ്പൊ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് വിഷാംശങ്ങൾ ഈ ഒരു പുഴയിലുണ്ട്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു വിഷത്തെ എന്താണ്, ലോകത്തിന്റെ എല്ലാ ദിശകളിലേക്കും അതിങ്ങനെ വഹിച്ചു കൊണ്ടുപോവുകയാണ് എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നയൻത്തിലെ തലവൂസുൽ ബി ആ എന്നുള്ള കവിതയിലെ വരികളാണ്. ഈ ഒരു കവിത എഴുതിയത് അദ്ദത്തൂർ മുഅ്തസ് അലിയാണ്. അദ്ദത്തൂർ മുഅ്തസ് അലിയാണ് ഈ ഒരു കവിത എഴുതിയത്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അദ്ദത്തൂർ മുഅ്തസ് അലി, അദ്ദേഹം ഒരു ഫിലസ്തീനി കവിയാണ്. അപ്പം അദ്ദേഹമാണ് ഈ ഒരു കവിത എഴുതിയത്, തലവൂസുൽ ബി ആ. ഓക്കെ, ഇനി നമുക്ക്
ക്വസ്റ്റ്യൻസ് നോക്കാം. ഐന ലൊഹറൽ ഫസാദ്, എവിടെയാണ് ഫസാദ് നാശം പ്രകടമായത് എന്നാണ് ക്വസ്റ്റ്യന്. ഓപ്ഷൻ എ അസ്സമ, ഓപ്ഷൻ ബി അൽ അർ, ഓപ്ഷൻ സി അദ്ദിയാഹ് ആൻഡ് ഓപ്ഷൻ ഡി അന്നഹർ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി അൽ അർള്, ഭൂമിയിലാണ് നാശം പ്രകടമായത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐന ഇന്തശറൽ ഫസാദ്, എവിടെയാണ് നാശം വ്യാപിച്ചത്, എവിടെയാണ് അത് ഈ ഒരു നാശം പരന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അൽ അർ, ഓപ്ഷൻ ബി അന്നഹർ, ഓപ്ഷൻ സി അൽ ബർറു അൽ ബഹർ ആൻഡ് ഓപ്ഷൻ ഡി അസ്സമാ. എവിടെയാണ് അത് വ്യാപിച്ചത്, ഫസാദ് എവിടെയാണ് വ്യാപിച്ചത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അൽ ബർറു അൽ ബഹർ. ഓക്കെ, കരയിലും കടലിലുമാണ് ഈ ഒരു ഫസാദ് പരന്നത്, വ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മൻ തബ്കി ഹുന, ഇവിടെ ആരാണ് കരയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അസ്സമ, ഓപ്ഷൻ ബി അൽ അർ, ഓപ്ഷൻ സി അന്നഹർ, ഓപ്ഷൻ ഡി അദ്ദിയാ. ഓക്കെ, ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആകാശം അല്ലെ. നമുക്ക് അസ്സമ, സമ ആണ് അവിടെ കരയുന്നത്. അസ്സമ, അപ്പൊ തബ്കി ഹുന അസ്സമ. അടുത്ത ക്വസ്റ്റ്യൻ, മാതാ അസ്വാബത്തിൽ അർള്, ഭൂമിക്ക് എന്താണ് ബാധിച്ചത്. ഓപ്ഷൻ എ അദ്ദിയാ, ഓപ്ഷൻ ബി അദ്ദുമൂർ, ഓപ്ഷൻ സി അൽദുർ, ഓപ്ഷൻ ഡി അൽമാ. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ലുർ അല്ലെ, ഉപദ്രവമാണ് ഭൂമിക്ക് ബാധിച്ചത്. ഓക്കെ, അപ്പൊ അസ്വാബത്തിൽ അർലു അല്ലു, അസ്വാബത്തിൽ അർല അല്ലുർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൻ തആസിലുൽ അർള, ആരാണ് ഭൂമിയോട് ശൃംഗരിക്കുന്നത്. ഓപ്ഷൻ എ അദ്ദിയ, ഓപ്ഷൻ ബി അൽമസ, ഓപ്ഷൻ സി അന്നഹർ ആൻഡ് ഓപ്ഷൻ ഡി അസും. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ദിയാഹ്. നമ്മൾ പറഞ്ഞു കാറ്റാണ് എന്താണ് അവളുമായി ശൃംഗരിക്കുന്നത്, ഭൂമിയുമായി ശൃംഗരിക്കുന്നത് കാറ്റാണ്. ദിയാഹ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു HSN എക്സാമിന് വന്നത്. ഇൻഷാ അല്ലാ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.